ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റവയാണ് എടുത്തിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാനാണ്. അപ്പം അതിലേക്ക് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ഇടാം. ആദ്യം നമുക്ക് റവ ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക, 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ഇത് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ 1 കപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, അടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സ്റ്റീൽ ചരുവത്തിലോട്ട് ഒഴിക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് മാവൊന്ന് ഇളക്കി ഒഴിച്ച് കൊടുക്കാം. അല്പം കൂടെ വെള്ളം വേണം, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. ഇത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വയ്ക്കണം. അടച്ച് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പം തയ്യാറാക്കാനുള്ള സ്റ്റൗ കത്തിച്ച് നമുക്ക് തയ്യാറാക്കാം. പാത്രം വെച്ച് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നല്ല പൊങ്ങിയിട്ടുണ്ട് പാലപ്പം. അടച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. റെഡി ആയിട്ടുണ്ട്. ബാക്കി നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ റവ പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് വെള്ളയപ്പം എന്നും പറയും, പാലപ്പം എന്നും പറയും. അപ്പോൾ പാലപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം. ഇത്രയും സോഫ്റ്റ് നമ്മൾ അരിപ്പൊടിയിൽ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത്ര നല്ല സോഫ്റ്റായ റവ കൊണ്ടുണ്ടാക്കിയ പാലപ്പം റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.